സുബ വ്ളോഗ്സ്. ഇന്ന് നമുക്കൊരു സൺഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പം എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഈ ജനലിൻ്റെ ബ്ലൈൻഡ്സ് പൊക്കിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം അവിടെ കുറേ നേരം എടുത്ത് പല്ലിച്ച് നിൽക്കും. ഇതിപ്പം സൺഡേ ആയതുകൊണ്ട് കുറേ നേരം എടുക്കുക, അല്ലെങ്കിൽ ഓട്ടമായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കൂടെ വസു എണീറ്റിട്ടുണ്ട്. അങ്ങനെ അതിരാവിലെയൊന്നുമില്ല, ഒരു 9:30 ആയിട്ടുണ്ട് നമ്മൾ എണീറ്റപ്പം. അങ്ങനെ വസുവും പല്ല് തേച്ചു, ഞാനും പല്ല് തേച്ചു. അതിനുശേഷം ഞാൻ അടുക്കളയിൽ വന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് കടന്നു. ഒരു സൈഡിൽ ചായ, ഒരു സൈഡിൽ ദോശ. അങ്ങനെ രണ്ടും മാറി മാറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെണ്ണുങ്ങൾക്കുള്ള ഒരു കഴിവാണ്, നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ സമ്മതിക്കണം നമ്മൾ തന്നെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആൻഡ് തക്കാളി ചട്നി. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയുണ്ട്. ഞാൻ വിചാരിച്ചു തക്കാളി കുറേ ഇരിക്കണം, അതുകൊണ്ട് നമുക്ക് തക്കാളി ചട്നി വെക്കാം. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഏട്ടൻ പതുക്കെ എണീറ്റ് വന്നിരിപ്പുണ്ട്. അപ്പം ഏട്ടൻ പറയാൻ, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, എൻ്റെ വീഡിയോ എടുക്കരുത് എന്ന്. അങ്ങനെ അതിനുശേഷം എല്ലാവർക്കും വേണ്ടുന്നുള്ള ചായ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ചായ എല്ലാവരും മണിക്കൂറുകളെടുത്താണ് ഇവിടെ നിന്ന് കുടിക്കാറ്. അതിനുശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയതിനെ കൊണ്ട്, പിന്നെ നമ്മൾ എണീറ്റത് ലേറ്റ് ആയതിനെ കൊണ്ട് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മാറാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്ന സീനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുമോ വസു തന്നെ കഴിക്കുന്ന? ഒരിക്കലുമില്ല. ഈ വീഡിയോ എടുത്തിട്ട് വേണം ഞാൻ മാറിയിരുന്ന വസുവിന് കൊടുക്കാൻ. വസു സ്കൂളിൽ മാത്രമേ വസു തന്നെ ഇരുന്ന് കഴിക്കാറുള്ളൂ. വീട്ടിൽ അമ്മ തന്നെ വസുവിന് വാരി കൊടുത്തേ പറ്റുള്ളൂ, എന്നാലേ വസുവിന് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. പിന്നെ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ വാരി കൊടുക്കണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ കപ്പ് പൊട്ടി അങ്ങ് 2 പീസായില്ല, പക്ഷേ ഇടയ്ക്ക് ഗ്യാപ്പ് വീണു. അപ്പം പിന്നെ അതിനകത്തേക്ക് വെള്ളം ചായ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അത് ഈ ചെടിയുടെ ഇടയ്ക്ക് ഈ കാണുന്ന ഒരു സംഗതി നിൽക്കണം, എന്തോ കാക്ടസ് ചെടി മാതിരി. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ ഇതിലേക്ക് ഇറക്കി വെച്ചാൽ കുഞ്ഞി കപ്പല്ലേ, ഒരു ചന്ത ഉണ്ടാവുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഓൾറെഡി നമ്മുടെ വീട്ടിലൊരു കറിവേപ്പിൻ്റെ തൈ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ എക്സ്ട്രാ ഒരെണ്ണം കൂടി കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ അങ്ങോട്ടേക്കൊക്കെ മാറ്റി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫ്ലിങ് നടത്തുന്ന സീനാണ് കേട്ടോ. അങ്ങനെ ചെടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ പൊട്ടിയ കപ്പിനകത്തേക്ക് മറ്റേ ഇതിനെ മാറ്റി. എന്തിനാണ്? ആ കാക്ടസ് മാതിരിക്കുന്ന ചെടിയെ മാറ്റി, അല്ലെങ്കിൽ ആ കപ്പ് വെറുതെ വേസ്റ്റ് ആവണ്ടേ എന്ന് വിചാരിച്ചു. വെള്ള കപ്പ് കൂടെ ആയതുകൊണ്ട് നല്ല രസമായിരിക്കും, പച്ച കളറിലെ ചെടി ഇരിക്കുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണി ചെയ്ത് തുടങ്ങിയത്. ഫ്ലോപ്പ് ആയില്ല കേട്ടോ. നല്ല തന്നെ ചെടീനെ അതിനകത്ത് കുത്തിവെക്കുന്ന വലിയ കാര്യമൊന്നും അല്ലല്ലോ. അതിനുശേഷം എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ലാത്ത ടാസ്കിലേക്ക് കടന്നു തുണി കഴുകുക. ഒരുപാട് തുണി ഉണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ നനച്ചു. എനിക്കിന്ന് ഫുൾ ക്ലീനിങ് ഡേ ആണ്. തറ തുടയ്ക്കൽ, അടിച്ചുവാരൽ, തുണി നനയ്ക്കൽ, തുണി മടക്കൽ, അങ്ങനെ കുറേ ടാസ്ക് ഉണ്ട്. സോ ഞാൻ പറഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് ഈ ക്ലീനിങ് പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു അച്ഛനും മോനും ഞാൻ തുണി നനയ്ക്കുന്ന നേരത്ത് പോയി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ അവർ കഴിക്കാൻ വേണ്ടി സാധനം വാങ്ങാൻ പോയപ്പോൾ കടയിലുണ്ടായ സംഭവങ്ങളാണ് അച്ഛനും മോനും നിന്ന് എൻ്റെ അടുത്ത് നിന്ന് വിവരിച്ചു തരുന്നത്. അങ്ങനെ എനിക്ക് എന്താ വാങ്ങിച്ചിട്ട് വന്നത്? 2 ബിരിയാണി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വെച്ച തുണികളൊക്കെ ഏട്ടൻ കൊണ്ടുവന്ന് വിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുള്ള മനുഷ്യനായിപ്പോൾ എന്ത് ചെയ്യാനാണ് ഗൈസ്. എന്റെ ഷർട്ട് നരച്ചെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഷർട്ട് നരച്ചെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഷർട്ട് നരച്ചെന്ന് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഓ ശരി, കണ്ടു തുറന്നോണ്ട് ഉറങ്ങാൻ പറ്റൂലല്ലോ. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഓ ശരിയടേ. അങ്ങനെ തുണി നനപ്പിന് ശേഷം ബാക്കി വന്നത് വലയടിച്ചിട്ടാണ് എനിക്ക് നിലം തുടയ്ക്കാൻ. അങ്ങനെ തുടയ്ക്കുന്ന സീനാണ്, പക്ഷേ ഈ വലയടിക്കുന്നതാണ് കേട്ടോ ഇത്. വലയടിക്കാനായിട്ട് ഇത് കുറച്ച് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതിന് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റഭാഗം, അതായത് ആ വലയടിക്കുന്ന ഭാഗത്തിന് അങ്ങോട്ടേക്ക് കുറച്ച് കട്ടി കുറവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഇങ്ങനെ ബലമില്ലാത്ത ഒരു ഫീലുണ്ട്. അപ്പം അതർവൈസ് നമുക്ക് ആരുടെ ഹെൽപ്പില്ലാണ്ട് തന്നെ നമുക്ക് ഫാനിൻ്റെ പൊടി അതും ഇതൊക്കെ അടിച്ചു വരാം. ഞാൻ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെയാണ് മേടിച്ചത്. പിന്നെ തറ തുടയ്ക്കൽ മഹാമകത്തിലേക്ക് കടന്നു. അതൊരു 1.5 ജോലിയായിരുന്നു. വീട്ടിലെ കലാപരിപാടികളെല്ലാം തീർത്തതിന് ശേഷം വൈകുന്നേരമായപ്പോൾ നമ്മൾ കോവിലിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ. നമ്മൾ ശ്രീവരാഹത്ത് പോകാനാണ് പ്ലാൻ ചെയ്തിറങ്ങിയത്. പോയത് അങ്ങോട്ടേക്ക് തന്നെ.
കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പോയിട്ട്. സോ നമ്മൾ വിചാരിച്ചു ശ്രീവരാഹത്ത് പോകാമെന്ന്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ശ്രീവരാഹം എന്ന്, പോയിട്ടില്ല. അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ശ്രീവരാഹത്തെക്കുറിച്ച്, പക്ഷേ ഇതുവരെ പോകാനായിട്ടൊരു ചാൻസ് കിട്ടിയത് ഇപ്പോഴാണ്. അങ്ങനെ വസുവിനെ റെഡിയാക്കി നിർത്തി, ഞങ്ങളും റെഡിയായി. ഏട്ടൻ, ഞങ്ങളല്ല, ഞാൻ റെഡിയായി നിൽക്കണേ. ഏട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ നിൽക്കുന്നത്. മണി അടിക്കുന്ന കോവില് പോവാണോ? അതേതാ പിള്ളേ മണി അടിക്കുന്ന കോവില്? കൃഷ്ണനുള്ള കോവിലാ? ഓക്കെ, നമുക്ക് കോവിൽ പോവാം. അപ്പോൾ നമുക്ക് കോവിലിൽ പോവാം. ഏത് കോവിലാന്ന് വെച്ചാൽ ശ്രീവരാഹത്ത് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ കുറേ ദിവസമല്ലേ പോയി, മറ്റേ ദശമി വിജയദശമിക്കൊക്കെ പോയി. എന്നാലും നമുക്ക് പോവാം. കോവിലൊക്കെ പോകല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മുല്ലപ്പൂട് വാങ്ങിയിട്ട് പോകാമെന്ന്. അങ്ങനെ ഏട്ടൻ പോയി എനിക്ക് കുറച്ച് മുല്ലപ്പൂട് വാങ്ങിച്ചു തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കോവിലൊക്കെ പോയി തൊഴുതു. നമ്മൾ ചെന്നപ്പോൾ ദീപാരാധന സമയമായിരുന്നു കേട്ടോ. കറക്റ്റ് ടൈമിൽ നമുക്ക് തൊഴാനായിട്ട് നമുക്കൊരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി. അപ്പം ഇത് ലൈറ്റല്ല കേട്ടോ, മറ്റേ കുട്ടി ബൾബാണ്, പക്ഷെ വെച്ചിരിക്കുന്നതാണ് നല്ല രസമുണ്ട്. അങ്ങനെ കുറേ നേരം ഞാൻ ബസ്സും കൂടെ അതൊക്കെ നോക്കി നിന്നു. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. അപ്പം നമ്മൾ ആ ക്ഷേത്ര പരിസരമൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് കാണായിരുന്നു. എവിടെ പോണു? ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഈ കുളം. ഇപ്പം ഈ രാത്രി ഈ സമയത്തൊക്കെ, ഈ സന്ധ്യ സമയത്തൊക്കെ വന്നിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കില്ല, നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കുറേ നേരം അവിടെ വന്നിരിക്കാം. നമ്മൾ കുറേ നേരം ഇരിക്കുകയും ചെയ്തു കേട്ടോ. കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ കുറേ കുളത്തിൽ മീനുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്നതിനൊക്കെ ഓരോ പൂവിനെയൊക്കെ വസു പെറുക്കി ഇട്ട് കൊടുത്തു മീനിന് വേണ്ടിയിട്ട്. അപ്പോൾ വസു കിട്ടുമ്പം അത് വന്ന് ചാടി പിടിക്കണു. വസുവിന് വീണ്ടും എക്സൈറ്റ്മെൻ്റ് ആയി. കൊണ്ടിട്ട് കൊടുക്കുക, അത് പിടിക്കുക, അങ്ങനെ ഒരു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റും ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ദീപാരാധനയുടെ മണിയടിയൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാനും ഏട്ടനും വസുവും കൂടെ അടങ്ങിയിരുന്നു. മീനെ കാണാൻ പറ്റൂലോ രാത്രി ഉള്ളതിനൊക്കെ എടുത്തറിയില്ലേ മക്കളെ? അതെ, കോവിലിൽ നിന്ന് വന്നില്ല, അതറിയാൻ പാടില്ല. മീനിന് ഫുഡ് കൊടുക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു. അവിടെ വന്നപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് വന്ന് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അന്നപൂർണയിൽ വന്ന് നല്ല ഭട്ടൂരയും ചന മസാലയും കഴിച്ചു കേട്ടോ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ഐറ്റം. അങ്ങനെ അതും കഴിച്ചു. അങ്ങനെ നമ്മുടെ ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ബാക്ക് ടു ഹോം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ളോഗ്സ്.